ഹായ്, ബ്ലാസ്റ്റിന് വന്നാണ്. ബ്ലാസ്റ്റ് വീണ്ടും. പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. 4-ാം തീയതി ആയിരുന്നു, ഇന്നും 3-ാം തീയതി ആയതേ ഉള്ളൂ. ഞാൻ ബുക്ക് ചെയ്ത് വന്നു. അപ്പോൾ വന്നപ്പോൾ ഞാൻ മാത്രമല്ല, അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ട്. കാരണം പൊതുവേ ഇവിടെ അങ്ങനെ ഉണ്ടാവാറില്ല. നമ്മുടെ നാട്ടിൽ ബ്ലാസ്റ്റ് വന്നിട്ടില്ല, ഇന്നാണ് വരുന്നത്. ഇപ്പോൾ കുറേ സ്ഥലങ്ങളിലൊക്കെ വന്നു. പക്ഷെ ഇന്ന് ഇവിടെ ഫെയർലാൻഡിൽ ഇന്ന് കണ്ടപ്പോൾ നമ്മളെല്ലാവരും കയറി ബുക്ക് ചെയ്തു. പക്ഷേ നാളെയായിരുന്നു, അവർ പറ്റിക്കപ്പെട്ടു. എന്തായാലും അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ദൃശ്യം 3യുടെ സക്സസ് ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മൾ റിയാക്ട് ചെയ്തില്ല. 1-2 ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ റിയാക്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല, വേറെ കുറച്ച് തിരക്കായതുകൊണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്കൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാമല്ലോ എന്നുള്ള ചിന്ത അപ്പോഴാണ് ഉണ്ടായത്. ആൻഡ് ഇതിലൊരു ഡയലോഗ് ഉണ്ട്, അത് ഈ ട്രെയിലറുണ്ടോ എന്ന് എനിക്കറിയില്ല. 1 മിനിറ്റ് 13 സെക്കൻഡ് മാത്രമുള്ള ചെറിയൊരു സക്സസ് ട്രെയിലറാണ്. ഇതിലൊരു സംഭവം ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ മകളെയാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. പടം കാണാത്തവരുണ്ടെങ്കിൽ ഇത് സ്പോയിലറാണ്. ഓക്കെ ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ഇങ്ങോട്ട് മാറ്റുക. അപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു, ഇനിയും നിങ്ങൾ എൻ്റെ മകളുടെ പിന്നാലെ വന്നാൽ കൊന്നുകളയും ഞാൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പം കിട്ടിയൊരു രോമാഞ്ചിഫിക്കേഷൻ ഉണ്ട്. അത് എത്ര ആൾക്കാർ കിട്ടിയെന്ന് എനിക്കറിയില്ല. ആൻഡ് കോടികളുടെ കണക്ക് നമുക്കറിയാലോ. കോടികളുടെ വിഷയമേ അല്ല, 200 കടന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കണക്കുകളൊക്കെ വരും ദിവസങ്ങളിൽ വരുമായിരിക്കും. വാട്ട് എവർ, നമുക്ക് ഈ ട്രെയിലർ ഒന്നുകൂടെ കണ്ടുവെക്കാം. റെഡി? എല്ലാവർക്കും എല്ലാം അറിയാം, പക്ഷെ എന്ത് കാര്യം സർ? തെളിവില്ലല്ലോ. സംഭവം കഴിഞ്ഞ 6 വർഷത്തോളം ഇനി ഒന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പോലീസ് വീണ്ടും വന്നത്. ഇനിയും അങ്ങനെ സംഭവിച്ചൂടെ? തെളിവുകളുടെ അഭാവത്തിലും പിന്നെ ഭാഗ്യം ഒന്നുകൊണ്ടും മാത്രമാണ് ജോർജ് കുട്ടി കഴിഞ്ഞ 2 തവണയും നിയമത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടത്. എല്ലാവരും പറയുന്നു ജോർജ് കുട്ടി അതിബുദ്ധിമാനാണെന്ന്. സത്യത്തിലാണ്. അല്ല ജോർജ് കുട്ടി, ഇവനൊക്കെ ഇത്ര പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ ആരെയും ചെറുതായി കാണാറില്ല. എനിക്കിനി ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഈ കേസ് തെളിയിക്കപ്പെടണം. ദിസ് കേസ് ഈസ് ഓവർ. അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം വിട്ടിട്ട് നിങ്ങളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോവാം. ഒന്നും കഴിഞ്ഞിട്ടില്ല സാർ, ആരോ എന്റെ പിന്നാലെ ഉണ്ട്. There is no such thing as a perfect murder. ആ കഴിവറുടെ മോനെ ആ പയ്യനെ കൊന്ന കാര്യങ്ങൾ കൈവിട്ടു പോകും. ഇത് ശരിക്കും ട്രെയിലറായിട്ട് അവർ ആദ്യം ഇറക്കണേ, സക്സസ് ട്രെയിലർ അല്ല, ആദ്യം ഇറക്കണേന്ന് കേട്ടോ. എന്തായിരുന്നു അതിന്റെ ഇമ്പാക്ട് അല്ലേ? ഹൈപ്പ് വേറെ ലെവല് പോയേനെ. അമ്മര് ട്രെയിലറെ അങ്ങനെ അത് ലാസ്റ്റിലെ സീനും അങ്ങനെ കുഴിച്ചിട്ട് നോക്കണം. അതൊക്കെ എന്തായാലും കൺഫ്യൂഷൻ വരും. പടം കണ്ടവർക്ക് അറിയാം എന്താന്നുള്ളത്. പക്ഷെ നമ്മൾ ആദ്യമാണ് ട്രെയിലറായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ആകെ കുറേ കാര്യങ്ങളും കുറേ ആളുകൾ പല രീതിയിലുള്ള തിയറീസൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ അതൊരു പ്രശ്നമാണ്. അങ്ങനെ പല രീതിയിലുള്ള ചിന്തകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ എക്സ്പെക്ടേഷൻ കൂടി പോയിൻ്റെ പ്രശ്നവും വരും. അങ്ങനെ പ്രശ്നം കൂടെ ഉണ്ട്. ആൻഡ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, പലരും ഇപ്പോൾ 4ാമത് വേണോ ഇനിയും വലുതാക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു 4ാം പാർട്ട് വന്നാൽ അതൊരു തീ ആയിട്ടായിരിക്കും. അതായിരിക്കും എൻഡ്, അതൊരു തീ ആയിട്ടായിരിക്കും. കാരണം ജോർജ് കുട്ടിയുടെ ക്ഷമ നഷ്ടപ്പെട്ട്, ക്ഷമയുടെ നെല്ലിപ്പല കഴിഞ്ഞ അയാളുടെ ഒരു തിരിച്ചടി അതായിരിക്കും 4. അങ്ങനെ ആണെങ്കിൽ വേറെ ഇനി ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് അല്ലാതെ അങ്ങനെ ചെയ്യുന്നു എനിക്കുള്ള ജീത്തു ജോസഫ്. ഓഫ്കോഴ്സ് അയാളോട് ക്രിമിനലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. ബുദ്ധിമാനാണ്, അതിബുദ്ധിമാനാണ്. ശരിക്കും ജിത്തു ജോസഫ് അതിബുദ്ധിമാനാണ്. ഇവിടെ ചോദിക്കുന്നുണ്ട്, ശരിക്കും അയാൾ അതിബുദ്ധിമാനാണോ? ശരിക്കും അങ്ങനെയാണോ? അതെയാണ്, ജിത്തു ജോസഫ് അതിബുദ്ധിമാനാണ്. അപ്പോൾ 4th ഇതിൽ ആ കൊന്നുകളഞ്ഞെന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ടാവുകൊണ്ട് തന്നെ ഇനി അത്തരത്തിലൊരു ഫേസ് കാണുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും എനിക്ക് തോന്നുന്നത്. ഞാൻ ഭയങ്കര ഈഗർലി വെയിറ്റിംഗ് എന്നാ പറയാം. അങ്ങനെ കാത്തിരിക്കുന്ന പടം തന്നെയാണ് ദൃശ്യം 4. എനിക്ക് ഉറപ്പുണ്ട് 3നേക്കാളും മുകളിൽ ആ പടം പോകും. എന്നെപ്പോലെ 4th 3 ഒന്നും ആയിരിക്കില്ല നല്ല രീതിയിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കമന്റ് രേഖപ്പെടുത്താൻ. നിങ്ങളുടെ അഭിപ്രായത്തിൽ 4ാം പാർട്ട് വേണോ എന്നുള്ളത് കൊണ്ട് ഒന്ന് കമന്റ് രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. താങ്ക് യു.